ഈ മിണ്ടാപ്രാണികൾക്കും ഞെട്ടിപ്പിക്കുന്ന പല കഥകളും പറയാനുണ്ടാവും. അവർക്ക് സംസാരിക്കാനറിയില്ല. പക്ഷെ അവരുടെ ദുഃഖം അവരാരോട് പറയും? ആ ദുഃഖം തേങ്ങലായി മാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. പല സ്ഥലത്തും തൻ്റെ യജമാനെ അന്വേഷിച്ച് നടന്നിട്ട് കാണാതെ വന്ന് നിലവിളിക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നീട് 6 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ യജമാനെ കണ്ടെത്തിയപ്പോഴുള്ള സന്തോഷ പ്രകടനമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെയാണ് ഓർമ്മ വന്നത്. കാരണം ഇതുപോലെ കൊഞ്ചിച്ച് സ്നേഹിച്ചു ആയിരിക്കുമല്ലോ ഓരോ രക്ഷകർത്താക്കളും ആ കുഞ്ഞുങ്ങളെയും വളർത്തിയത്. വാ ചാട്, നെല്ല് നെല്ല് നെല്ല്. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ. ഇനി ഇവിടെ കൂടെ ചാട്. ചാട്, ചാടിയാ, ചാട്. 2 കാലിൽ നില്ല്, 2 കാലിൽ നില്ല്, 2 കാലിൽ, 2 കാലിൽ നില്ല്. അങ്ങനെ കൂട്ടാ വാ, ചാട്. മുകളിൽ കൂടെ ചാട്. ചാട്, ചാടി വാ. അങ്ങനെയല്ല, ഇനി വാ, ഇവിടെ വാ. ചാട്, മുകളിലോട്ട് ചാട്. ചാട്, ഈ കമ്പിയുടെ മുകളിൽ കൂടെ ചാട്. എടുക്കാൻ എൻ്റെ കയ്യിത്താ. നീ കൊണ്ടു നടന്നാ ഞാൻ തരൂല. ഇവിടെ കൊണ്ടാ. അങ്ങനെ മിടുക്കൻ മിടുക്കൻ. ചക്കയ്ക്ക് തരാമേ. വാ വാ. ബ്രൗണി പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ചക്കയ്ക്ക് അങ്ങോട്ട് കൊടുത്ത്. വീഡിയോയിൽ കാണാൻ പറ്റിയില്ല കേട്ടാ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന് ബ്രെഡ് 2 കഷ്ണം ബ്രെഡ് മാത്രമാണോ കൊടുക്കുന്നതെന്ന്. അങ്ങനെ ബ്രെഡ് മാത്രം കൊടുത്താൽ ഇവരിങ്ങനെ നിൽക്കുമോ? ഇവിടെ ആടാ ബ്രൗണി, ഇവിടെ. ബ്രൗണി ചക്കയിലെ നിന്ന് പിടിച്ച് വാങ്ങിക്കാൻ വേണ്ടി അവിടെ പോയി. അപ്പോൾ ഓടി വരെയാണ്. ഇത് മടിയിലാണപ്പം അവ ഇടയിൽ കൂടെ മടിക്കയറിയിരിക്കണേ. വാ വാ. വയനാട്ടിലെ ദുരന്തം കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. എനിക്ക് ഇവരെയാണ് ഓർമ്മ വന്നത്. ഇതുപോലെ ഓരോരുത്തരും സ്നേഹിച്ച മക്കളാണിപ്പോൾ നമ്മൾ കാണുന്ന പലരും. പല ഡോഗുകളും അവിടെ രക്ഷകർത്താക്കളെ അന്വേഷിച്ച് കിടക്കുന്നു. പിന്നെ സംരക്ഷിച്ചവരോ അവരൊക്കെ രക്ഷിച്ച്. ഡോഗുകൾ മാത്രമല്ല, പല മിണ്ടാപ്രാണികളും ഇങ്ങനെ രക്ഷകർത്താക്കളെ അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. വളരെ സങ്കടമായിട്ടുള്ള കാഴ്ചയാണ്. ഇതുപോലെ ഓരോരുത്തരും സ്നേഹിച്ചവരാണല്ലോ ഇങ്ങനെ സങ്കടക്കയത്തിൽ ആയിപ്പോയത്. അപ്പോൾ ഈ സമയത്തും പലരും പല തെറ്റായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ചില കമൻറ്റുകൾ, അതായത് ഒരമ്മ അനാഥയായ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുക, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇട്ട ആളിനെ എന്തായാലും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ കേട്ടു. പക്ഷെ ഇതുപോലെ ഈ രീതിയിൽ പല സ്ഥലത്തും തെറ്റായ കമൻറ്റുകൾ ഇടുന്നവരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ആൾക്കാർക്കെതിരെ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കേണ്ട നല്ല കാര്യം തന്നെയാണ്. അത് വളരെ
അതായത് ചുമ്മാ ഇരുന്നുകൊണ്ട് ശരിക്കും ഐഡിയ പോലും ഇല്ലാതെ വന്നിരുന്നു എന്തെങ്കിലും കമൻറ്റ് പിടിക്കുക. ചിലർ നെഗറ്റീവ് പറഞ്ഞു കേട്ടോ, പക്ഷേ പാടില്ലാത്ത വാക്കുകൾ പറയുന്ന ചില വ്യക്തികളുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത പറയുക ചുമ്മയെങ്കിലും. ഇതിന് തന്നെ പലരും പറയുന്നുണ്ട് 2 കഷ്ണം ബ്രെഡും കൊണ്ടാണ് വരുന്നതെന്ന്. 2 കഷ്ണം ബ്രെഡ് മാത്രമാണ് കഴിച്ചതെങ്കിൽ ഇവർക്കിങ്ങനെ ആക്റ്റീവായിരിക്കാൻ പറ്റുമോ? ചുമ്മാ നമ്മൾ ചോറ് കഴിക്കുന്നതും മറ്റ് ഫുഡുകൾ കൊടുക്കുന്നതും വെറുതെ വീഡിയോ എടുത്ത് ഇടുന്നു. എന്നാലും ഞാൻ 4-5 വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ ബ്രൗണി വന്ന് വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പാല് കൊടുക്കുന്നത് ഇട്ടിട്ടുണ്ട്, ഇറച്ചി കൊടുക്കുന്നത് ഇട്ടിട്ടുണ്ട്, ചോറ് കൊടുക്കുന്നത് ഇട്ടിട്ടുണ്ട്. ചോറൊന്നും കൊടുക്കാതെ, ഫുഡൊന്നും കൊടുക്കാതെ ഈ ആളുകൾക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക, 1 കഷ്ണം ബ്രെഡും കഴിച്ചും കൊണ്ട് ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ വെറുതെ കമൻ്റ് ഇടുന്നവർ ഓർക്കുക, ഇത്തരം ആൾക്കാരെ നമുക്ക് ഫുഡ് കൊടുക്കാതെ അവർ നല്ല രീതി. പിന്നെ ഈ ആൾക്കാർ പലപ്പോഴും ഞാൻ അവിടെ വെള്ളം വച്ചിരിക്കുകയാണ്, അപ്പോൾ അതിൽ നമ്മളെ ബ്രൗണിക്കുട്ടൻ ചെന്ന് കുടിക്കുകയാണ്. ഇവന് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അവൻ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഞാൻ പാലിൽ ഇത്തിരി വെള്ളം കൂടുതലാക്കി കാച്ചി തണുപ്പിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് അവന്. അപ്പോൾ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് ഇരട്ടി സ്നേഹം തരുന്നവരാണ്. അതായത് നമ്മളെ 2 ദിവസം കണ്ടില്ലെങ്കിൽ അവർ നമ്മളെ അന്വേഷിച്ച് നടക്കും. നമ്മൾ വാതിൽ തുറന്നാൽ മതി, ഓടി നമ്മളെ ബെഡിലെത്തും. അങ്ങനത്തെ ആൾക്കാരാണ് ഇവർ. ഇപ്പോൾ ഇത്തരം പ്രത്യേകിച്ച് ലാബുകളിൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. അതുപോലെ തന്നെ ആ നമ്മളെ വീട്ടിലെ കൊച്ചു പിള്ളേരെ പോലെയാണ് ഇവർ. വന്ന് ഇരിക്കുമ്പം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മടി കയറി ഇരിക്കും. എന്നിട്ട് ഇവരെ തള്ളി മാറ്റും. അതായത് എനിക്കുള്ളതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ കാണിക്കുന്നത്. അവർക്ക് എന്താണെന്ന് പറയാൻ അറിയില്ല, പക്ഷേ അവരുടെ ആ മനസ്സിലെ ദുഃഖങ്ങളും കരച്ചിലുകളും സങ്കടങ്ങളും കേട്ട സത്യം ആരുടെ ആയാലും ഹൃദയം നടുങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളവരെയും ഈ വനപാലകരായ ആകട്ടെ മറ്റ് ആൾക്കാരാകട്ടെ അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത്. അപ്പോൾ അവരെയും ശരിക്കും പറഞ്ഞാൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ഇടയിൽ അവരെത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അവരെയും പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അവർക്കും പറയാൻ ധാരാളം കഥകളുണ്ടാകും. അവരെ ഇതുപോലെ കൊഞ്ചിച്ചൊക്കെ അവരെ സ്നേഹിച്ച ആൾക്കാരായിരിക്കും അവർക്ക് നഷ്ടപ്പെട്ടത്. അവർക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അവർക്കത് എങ്ങനെ പ്രതിഫലിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ പല മൃഗങ്ങൾക്കും കുറേ ദിവസം കഴിയുമ്പോൾ ഒരു മറന്നു പോകാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ എന്നാലും പല മൃഗങ്ങളും ഒരു 6 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോലും മറക്കാതെ തൻ്റെ ആൾക്കാരെ വന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണിൽ കൂടെ വെള്ളം വന്നുപോയി. അത്രയ്ക്കും ദുഃഖകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പല ആൾക്കാരും ചില കമൻ്റൊക്കെ ഇടുമ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പിന്നെ അവരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും വരില്ല എന്നാണ്. തീർച്ചയായിട്ടും അല്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളായിരുന്നാലും ഒന്നും സുരക്ഷിതമല്ല. പല മലകളുടെ താഴെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മഴയെല്ലാം കഴിയുമ്പോൾ ചെറിയ ഊറ്റൊക്കെ പോകുന്നതാണ്. ഇതുപോലെ വളരെ കൂടുതലായിട്ടുള്ള ഊറ്റ് പോയ സ്ഥലത്താണ് അത് വെള്ളത്തിൻ്റെ മർദ്ദം കൂടിയപ്പോൾ അത് വെള്ളം പുറത്തേക്ക് ചാടാനുള്ള ആ ഒരു ഫോഴ്സ് വന്ന് മലയോടെ ഇളക്കി പാറ കഷ്ണങ്ങളോടെ എല്ലാം ഇളകി താഴെ വീണത്. അപ്പോൾ ഒരു സ്ഥലവും ശരിക്കും സുരക്ഷിതമല്ല. ഇന്നവർക്കെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് ആരെയും കുറ്റം പറയുകയോ പരിഹസിക്കുകയോ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ എത്തിക്കുന്നവരെ കളിയാക്കുക ഒന്നും ചെയ്യുന്നത് ശരിക്കും കഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ആൾക്കാരെയൊക്കെ ഇപ്പോൾ 5-6 ദിവസം ആൾക്കാർ നോക്കും. പക്ഷേ എന്നും നോക്കണമെങ്കിൽ നമ്മളെ മാറി വരുന്ന സർക്കാർ, അതായത് സർക്കാരിലേക്ക് പണം നിക്ഷേപിച്ചാലേ ഈ ആൾക്കാർക്ക് ഭാവിയിലായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാശ് അവരുടെ വിദ്യാഭ്യാസത്തിനായാലും മറ്റു പല കാര്യങ്ങൾക്കായാലും ഉള്ള സംരക്ഷണം ലഭിക്കുകയുള്ളൂ. പലരും ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ അവർക്ക് കിട്ടൂല എന്നുള്ള വഴി പ്രചരണം നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ
ഇന്നിരിക്കുന്ന മന്ത്രിസഭ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്തൊരു മന്ത്രിസഭയായിട്ട് വരും. ആ സമയത്തും ഈ കാശ് അവിടെ തന്നെ ഉണ്ടാകും. കാശ് അത് സർക്കാരിലേക്കാണ് പോകുന്നത്, ആ വ്യക്തികളിലേക്കല്ല. അപ്പോൾ അത് തെറ്റായ ഒരു ഇൻഫർമേഷനാണ്. ഇന്നിപ്പം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അടുത്ത് കോൺഗ്രസ് ആയിരിക്കും വരുന്നതെങ്കിൽ അവരുടെ ഭരണകൂടത്തിന് കീഴിലുള്ള ഭരണസമിതിയുണ്ട്. ഈ കാശെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക വിങ് തന്നെയുണ്ട്. അവിടേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പല വില്ലേജുകളിലേക്കും താലൂക്കുകളിലേക്കും ഒക്കെ ആയിരിക്കും, അതുവഴിയൊക്കെ ആയിരിക്കും പണം ആൾക്കാരിലെത്തുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ധനം ശേഖരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതിനൊരു പ്രോത്സാഹനം തന്നെ വേണം. കാരണം പല കുട്ടികളും 10ഉം 12ഉം ആൾക്കാരുണ്ടടുത്ത് ഒരു വ്യക്തിയൊക്കെ ആയിപ്പോയവരുണ്ട്, പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഇവരെയൊക്കെ ഒരു കാലത്ത് നല്ല നിലയിലേക്ക് പോകണമെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിലേക്ക് വരണമെങ്കിൽ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും നൽകണം. ഇനി അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർക്ക് ഭവനമില്ല, പലരും ഭവനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ധാരാളം ആളുകൾ ഭവനം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവരെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഓരോ മനുഷ്യരുടെ മനസ്സിൽ തോന്നി ഹൃദയമുള്ള മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ആരും തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷൻ നൽകി അവരുടെ മനസ്സിനെ മാറ്റാതിരിക്കുക. അതാണ് നല്ലത്. ആപത്ത് എപ്പോഴാണ് ആർക്കാണ് വരുന്നതെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. പ്രവചനത്തിനെല്ലാം അതീതമാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം നാളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മളെ മുമ്പിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നത് വളരെ സങ്കടമാണ്. പ്രത്യേകിച്ച് ഈ മിണ്ടാപ്രാണികളൊക്കെ വന്ന് നിൽക്കുകയും അവർ ആൾക്കാരെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാണാൻ വയ്യ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ ഇവർക്കൊക്കെ ഇപ്പോൾ ഇരുന്ന് സമയം ചിലവഴിക്കുമ്പോൾ അത് മറ്റുള്ളവരെയും കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു സൈഡിൽ വീഡിയോ എടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. എല്ലാ ദിവസവും ഇവർക്കൊപ്പം കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അവരെ കൊണ്ട് എന്തെങ്കിലും കളി ചെയ്യിപ്പിക്കാറുണ്ട്. അതൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും ഒരു പ്രത്യേക സ്നേഹം നമ്മോട് വരും. പിന്നെ നമ്മളിൽ നിന്ന് അവർക്ക് മാറിപ്പോകാൻ പോലും തോന്നില്ല. അപ്പോൾ അങ്ങനെ വളർത്തിയ പല മിണ്ടാപ്രാണികളിൽ നിന്ന് അവരുടെ ഉടമസ്ഥനെ അന്വേഷിച്ച് കിടക്കുന്ന ഒരു കാഴ്ച വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പം അവർക്ക് വേണ്ടിയും എല്ലാവരും കരുതണം. അപ്പോൾ അലഞ്ഞ് നടക്കുന്നവരായാലും അവരെയും സംരക്ഷിക്കണം. അവരുടെ രക്ഷാകർത്താക്കളില്ലെങ്കിൽ അവരെ ഏറ്റെടുത്ത് അവർക്കും വേണ്ടുന്ന ആഹാരവും വാസസ്ഥലവും ഒക്കെ നൽകി അവരെയും പരിപാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.